വെൽക്കം ടു ഓൾ. നമ്മൾ ലെഡ്ജർ ക്രിയേഷൻ സ്റ്റെപ്പ് വെച്ചിട്ടാണ് നിർത്തിയത്. ഇനി നമുക്ക് GST ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ കമ്പനിയൊക്കെ ക്രിയേറ്റ് ചെയ്തു. ഇനി GST ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കൂ കേട്ടോ. അത് ഹരിസാറ് ക്ലിയർ ആയിട്ട് എടുത്തു തരും. ഇതെന്നാലും GST ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യണത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോവുക. അവിടെ അക്കൗണ്ട് ഇൻഫോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതില് ലെഡ്ജർ ഉണ്ടാവും, ക്രിയേറ്റ് എടുക്കുക. അങ്ങനെയാണ് നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് വന്നാൽ വി വിൽ ഹാവ് എ ബോക്സ് നെയിം ഓഫ് ലെഡ്ജർ. അവിടെ ഏത് ലെഡ്ജർ ആണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് കൊടുക്കും. പർച്ചേസ് ആണോ, സെയില്, നമ്മുടെ GSTയിൽ പർച്ചേസ്, സെയില്, സ്റ്റേറ്റ് ടാക്സ്, അങ്ങനെ ഏത് ഇന്റഗ്രേറ്റഡ് ടാക്സ്. എന്നിട്ട് അണ്ടർ കൊടുക്കണം. അത് നമ്മൾ അപ്രോപ്രിയേറ്റ് ഗ്രൂപ്പിന്റെ അടിയിൽ കൊടുക്കുക. നമ്മൾ അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഗ്രൂപ്പിലാണ് കൊടുക്കുക. എൻറ്റർ അതർ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ, എന്നിട്ട് വൈ കൊടുക്കുക, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഏതൊക്കെയാണ് GST ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യണത് എന്നാണ്. പ്രധാനമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന GST ലെഡ്ജേഴ്സ് എന്താണ്? CGST സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, SGST സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, പിന്നെ വരുന്ന IGST ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഈ മൂന്ന് ആണ് പ്രധാനമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനിയിപ്പോ യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. പിന്നെ വരുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തത് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ഇൻപുട്ട് CGST, ഇൻപുട്ട് സെൻട്രൽ ഗുഡ്സ് ആൻഡ് ടാക്സ്. നിങ്ങൾക്ക് അറിയാം, ഇൻപുട്ട് GST നമ്മൾ കൊടുക്കുക എപ്പോഴാണ്? സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ. ഔട്ട്പുട്ട് എപ്പോഴാണ്? സെല്ലിങ് നടക്കുമ്പോൾ. നമ്മൾ പർച്ചേസ് ആണ് നടക്കുന്നതെങ്കിൽ ഏതിന്റെ അടിയിലാണ് നമ്മൾ ചെയ്യുക? ഇൻപുട്ട് CGST ആണ് യൂസ് ചെയ്യുക. നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് വിത്തിൻ സ്റ്റേറ്റ് തന്നെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വി വിൽ യൂസ് ഇൻപുട്ട് CGST. സോ നമ്മൾ ആ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ഇനി ഇൻപുട്ട് SGST, ഇതും നമുക്ക് അറിയാം. വിത്തിൻ ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ ഇൻസൈഡ് സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ എന്താണ്? ഇൻപുട്ട് SGST അതിനാണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം വിത്തിൻ സ്റ്റേറ്റ് ആണെങ്കിൽ CGST. ഇനി ഇൻപുട്ട് IGST ലെഡ്ജർ നമ്മൾ ഇന്റർസ്റ്റേറ്റ് പർച്ചേസ് ആണ് നടത്തിയെങ്കിൽ നമ്മൾ എന്ത് വേണം? ഇൻപുട്ട് IGST ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ഔട്ട്പുട്ട് CGST അതെന്ന് പറയുന്നത് എന്താണ്? സോൾഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്. ദിസ് ഈസ് യൂസ്ഡ് വെൻ ഗുഡ്സ് ആൻഡ് സർവീസ് ആർ സോൾഡ് ഇൻസൈഡ് ദ സ്റ്റേറ്റ്. ഔട്ട്പുട്ട് SGST യൂസ്ഡ് വെൻ ഗുഡ്സ് ആൻഡ് സർവീസ് ആർ സോൾഡ് ഇൻസൈഡ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ ആണെങ്കിൽ നമുക്ക് CGST ഉണ്ട്, SGST ഉണ്ട്. അപ്പൊ അത് സെയിൽ ആണെങ്കിൽ ഔട്ട്പുട്ട് CGST ലെഡ്ജറും ഉണ്ടാവും, ഔട്ട്പുട്ട് SGST ലെഡ്ജറും ഉണ്ടാവും. ഇനി ഔട്ട്പുട്ട് IGST എപ്പോഴാണ്? ഇന്റർസ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ ഔട്ട്പുട്ട് IGST ആണ് അപ്ലിക്കബിൾ ആവുക. ഒന്നുമില്ല, നമ്മള് വിത്തിൻ സ്റ്റേറ്റ് ആണെങ്കിൽ CGST SGST ആണ് അപ്ലിക്കബിൾ. സോ നമ്മളത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇൻപുട്ട് SGST, സെയിൽ ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ട് SGST. അത്രേ ഉള്ളൂ. ഈ എല്ലാ ലെഡ്ജറുകളും നമ്മൾ നോർമലി ക്രിയേറ്റ് ചെയ്യും. ഈവൻ നമ്മൾ പർച്ചേസ് നടത്തിയാലും സെയിൽ നടത്തിയാലും. കാരണം എന്തായാലും ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ പർച്ചേസ് ഉണ്ടാവും, സെയിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇൻപുട്ട് SGST, ഇൻപുട്ട് IGST, ഔട്ട്പുട്ട് SGST, ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് IGST ഒക്കെ ക്രിയേറ്റ്. ഇതൊക്കെ നമ്മൾ അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സിലാണ് നമ്മൾ കൊടുക്കുക. ബിക്കോസ് ഇതൊക്കെ എന്താണ്? ടാക്സ് ആണ്. നമുക്കറിയാം ഗുഡ്സ് ആൻഡ് സർവീസ് സെല് ചെയ്യുമ്പോഴാണ് ഔട്ട്പുട്ട് ടാക്സ്, ബൈ ചെയ്യുമ്പോൾ അവിടെ എന്താണ്? ഇൻപുട്ട് ടാക്സ്. നേരത്തെ പറഞ്ഞില്ലേ, ഗേറ്റ് വേ ഓഫ് ടാലി, അക്കൗണ്ട് ഇൻഫോ, ലെഡ്ജർ, ക്രിയേറ്റ് എന്ന് കൊടുത്താൽ യു വിൽ ഡിസ്പ്ലേ ദിസ് മെനു. അതിനകത്ത് നമ്മൾ നെയ്യും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻപുട്ട് CGST, നമ്മൾ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് ഇൻപുട്ട് CGST എന്ന് കൊടുത്തു. അണ്ടർ എന്തിന്റെ അടിയിലാണ് കൊടുക്കാൻ പറഞ്ഞ ഞാൻ? ഡ്യൂട്ടീസ് ആൻഡ് ടാക്സിന്റെ അടിയിലാണ് കൊടുക്കുക. അണ്ടർ ടൈപ്പ് എന്താണ്? GST. ടാക്സ് ടൈപ്പ് ഇതെന്താണ്? ഇൻപുട്ട് CGST ആണ്. അപ്പൊ നമ്മളിവിടെ സെൻട്രൽ ടാക്സ് എന്ന് കൊടുക്കുക. ഇനി SGST ആണെങ്കിലോ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജർ ഇൻപുട്ട് SGST ആണെങ്കിൽ എന്താ കൊടുക്കുക? സ്റ്റേറ്റ് ടാക്സ് എന്ന് കൊടുക്കുക. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻപുട്ട് IGST ആണെങ്കിൽ നമ്മൾ എന്താ കൊടുക്കുക?
ഇന്റഗ്രേറ്റഡ് ടാക്സ് എന്ന് കൊടുക്കുക. ഇനി ഇൻവെന്ററി വാല്യൂസ് എഫക്ട് ചെയ്യോ? ഇല്ല, 0 നോ എന്ന് കൊടുക്കുക. ഇനി പെർസെന്റേജ് ഓഫ് കാൽക്കുലേഷൻ 0 കൊടുക്കുക. ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് GST കിട്ടാനാണ്. നമ്മളിവിടെ പെർസെന്റേജ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടില്ല. റൗണ്ടിങ് മെത്തേഡ്, നോർമൽ റൗണ്ടിങ്, നിയറസ്റ്റ് 10 നമ്മൾ ഇതാക്കുക. റൗണ്ടിങ് ലിമിറ്റ് 0 കൊടുക്കുക. ബാക്കിയൊക്കെ എന്നിട്ട് യെസ് കൊടുത്ത് ആക്സെപ്റ്റ്. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ എത്ര എണ്ണം ക്രിയേറ്റ് ചെയ്യാനുണ്ട്? ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST, ഇൻപുട്ട് ഇന്റഗ്രേറ്റഡ് GST, അതുപോലെ ഔട്ട്പുട്ടിന്റെയും ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ CGST ആണ് ഇതൊക്കെ കൊടുക്കേണ്ടത് അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സിലാണ്. ഇനി CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പൊ അവിടെ ടാക്സ് ടൈപ്പ് സെൻട്രൽ ടാക്സ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജർ SGST ആണെങ്കിലോ സ്റ്റേറ്റ് ടാക്സ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് IGST ആണെങ്കിലോ ഇന്റഗ്രേറ്റഡ് ടാക്സ് എന്ന് കൊടുക്കണം. നെയിം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻപുട്ട് GST, ഏതാണെങ്കിലും അത് കൊടുക്കുക. അണ്ടർ എപ്പോഴും ഞാൻ പറഞ്ഞു ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ് കൊടുക്കുക. എന്താണ് ടൈപ്പ് ഓഫ് ഡ്യൂട്ടി അല്ലെങ്കിൽ ടാക്സ് GST കൊടുക്കുക. ടാക്സ് ടൈപ്പ് നമ്മൾ എന്താ കൊടുക്കാൻ പറഞ്ഞേ? സെൻട്രൽ ആണെങ്കിൽ ഇപ്പൊ സെൻട്രൽ CGST ക്രിയേറ്റ് ചെയ്ത പറഞ്ഞാൽ സെൻട്രൽ ടാക്സ്, SGST ആണെങ്കിൽ സ്റ്റേറ്റ് ടാക്സ്, IGST ആണെങ്കിൽ ഇന്റഗ്രേറ്റഡ് ടാക്സ്. അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ലെഡ്ജർ ക്രിയേഷൻ കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.